സഹോദരി സഹോദരന്മാരെ, അമ്മയും പെങ്ങളും തളർന്നു കിടക്കുന്ന അച്ഛനും ഉൾപ്പെടെ 4-5 വയറുകൾ പോറ്റേണ്ട ഒരു വലിയ ഭാരം ചുമലിലെത്തിയവനാണ് ഞാൻ. പക്ഷേ ഭാരം വലിക്കുന്ന ഈ കഴുതയ്ക്ക് ഭഗവാൻ കണ്ണു തന്നില്ല. എങ്കിലും ഈശ്വരൻ ധ്യാനിച്ച് ഞാൻ തന്നെ എൻ്റെ ചങ്കിൽ കുത്തിക്കുറിച്ച ഏതാനും പാട്ടുകൾ ഇവിടെ പാടാം. നിങ്ങളുടെ കൈകളിലുള്ള ചെറിയ ചെറിയ സംഖ്യയിൽ തന്ന് അനുഗ്രഹിച്ചാൽ. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കണ്ട. എൻ്റെ പാട്ട് കേട്ടിട്ട് ഇനി ആരെങ്കിലും 1-2 ലക്ഷം രൂപ തന്നാലും ഞാൻ വേണ്ടെന്ന് പറയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ല. എന്നാ തുടങ്ങട്ടെ. കാവിലമ്മേ, ആരാ ചേട്ടാ? കൈന്നോടാ, ചതിക്കരുത് ചേട്ടാ. പൈസ കൊണ്ടുവരുത്. കൊണ്ടുപോയാ നീ എന്ത് ചെയ്യണം? വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള. ഞാൻ തരില്ല. അതിന് നീ വേറെ പാടിക്കോ. കാശെടുത്തോണ്ട് പോരുത്. ഈ പാവം ചങ്കുപൊട്ടി പാടി ഉണ്ടാക്കിയ കാശ അത് തിരിച്ചു കൊടുക്കണ. അധികം തുള്ളിയ കുത്തി കീറി ഞാൻ. ഇത് ഞാനും എന്റെ അനിയനും തമ്മിലുള്ള ഇടപാടാ. ഞങ്ങൾ കൊടുത്തോളാം. പൈസ കൊണ്ടുവല്ലേ ചേട്ടാ. രാമു, എഴുതേക്കടാ, എഴുതേക്ക്. പൈസ കൊണ്ടുവല്ലേ ചേട്ടാ. തനിക്കല്ലേ ചേട്ടാ. അവൻ പോയടാ. എന്താ എല്ലാരും നോക്കി നിക്കളെ? ഈ പാവത്തിലെ പട്ടിയെ പോലെ തല്ലേ കാശ് എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരുത്തർ ഒന്നും മിണ്ടിയോ? കൃഷ്ണേട്ടൻ മിണ്ടിട്ട് ഇപ്പൊ എന്തായി? എനിക്ക് ഇനി ഒരു വരി എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല. വീട്ടിൽ ചെന്ന് അമ്മോട് എന്താ പറയാ? 2 ദിവസമായി വീട്ടിലുള്ള ഒരു കട്ടൻ ചായ കുടിച്ച് വിശപ്പടക്കണേ കൃഷ്ണേട്ടാ. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. അത് ബസ്സിന്ന് ഇറങ്ങുമ്പോ ഒന്ന് വീണതാ. കണ്ണ് കാണാത്ത ആളാവുമ്പോ സൂക്ഷിച്ചു പോണം. ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ണ് കാണില്ല എന്നുള്ള കാര്യം രാമേട്ടൻ എപ്പോഴും അങ്ങ് മറക്കും. എന്താ എന്താ നേരത്തേന്നോ? ഇന്ന് സെന്ററിലെ ആളൊന്നും ഇല്ലായിരുന്നു. മാത്രല്ല ഇന്ന് മുടിയാട്ടല്ലേ, അതുകൊണ്ട് പാട്ട് നേരത്തെ അങ്ങ് നിർത്തി. എന്താ രാമുവേട്ടൻ മുടിയാട്ടത്തിന് വരുന്നുണ്ടോന്ന്? എന്റെ കാവിലമ്മേ, ഈ വീണ വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. ഉണ്ണിക്കുട്ടാ, ഞാൻ വരണില്ലടാ. രാമേട്ടന് മേലെ ഒരു വേദന. വേഗം നടക്ക്. സന്ധ്യക്ക് മുമ്പ് വൈദ്യുതിയുടെ അടുത്ത് എത്തണം. അച്ഛനുള്ള എണ്ണയും കുഴമ്പും വാങ്ങിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലും. ദേ കൊച്ചേട്ടൻ വന്നില്ല. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ കൊച്ചേട്ടാ? വാങ്ങിച്ചില്ലല്ലേ? എനിക്കറിയാം, വെറുതെ ആശു. ദേ കാവിലിപ്പാൻ ബ്ലൗസിലെന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി തന്നതാ ഇപ്പൊ ഇട്ടേക്കണേ. കൊച്ചേട്ടനുള്ളപ്പോ എനിക്ക് അങ്ങനെ ഇറക്കേണ്ട കാര്യമുണ്ടോ? വാങ്ങിച്ചോ? കൊച്ചേട്ടൻ നേറ്റാ കൊണ്ടുവരാതിരിക്കോടി. ഹായ്, ഇഷ്ടായോ? പിന്നെ എന്റെ കൊച്ചേട്ടന്റെ സെലക്ഷൻ അല്ലേ. എന്താന്നൊരു പുന്നാരം? ഇത് കണ്ടോമേ? സമാധാനായല്ലോ. ഇതുവരെ തുണി കൊണ്ടുവരോന്ന് പറഞ്ഞ് ചെവിതല കേൾപ്പിച്ചിട്ടില്ല പെണ്ണ. കൊച്ചേട്ടൻ വേഗം കുളിക്ക്, കാവില് പോണ്ടേ? എനിക്ക് വയ്യ. നീ ലക്ഷ്മിയും കുട്ടി പോയിക്കോ. ഞങ്ങൾ ഒറ്റയ്ക്കോ?
ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയുടെ അമ്മയില്ലേ കൂടെ? എന്നാലും ഹ, കാവിൽ ആരപ്പം നിങ്ങളെ പിടിച്ചിന്നാ നിക്കണേ? എന്നാ ഞാൻ പോവാട്ടോ. രാത്രി ഒത്തിരി വൈകണ്ടാട്ടോ. ആ ഇല്ല. തുണി ലക്ഷ്മിയുടെ അമ്മയുടെ കൊടുത്തോളൂ. എന്താ പെണ്ണിന്റെ ഒരു തുള്ളിച്ചാട്ടം? ബ്ലൗസിന്റെ തുണി കിട്ടിയോണ്ടാവും ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. എല്ലാം വാങ്ങിയോ മോനെ? എല്ലാം വാങ്ങാൻ കാശ് തേഞ്ഞില്ല അമ്മേ. എണ്ണയും കുഴമ്പും ഒക്കെ ഇതിലുണ്ട്. എന്തേ നിന്റെ ചുണ്ടില്? അതൊന്ന് വീണതാ. എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ഒന്നുമില്ല അമ്മേ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ മക്കളെ? സാരില്ല അമ്മേ. കുളിക്കാത്തിരി വെള്ളം ചൂടാക്കി അമ്മ. ആ. എവിടെ ഇതിനകത്ത് പുകല? പുകല് അതിലില്ലേ? എന്റെ അടുത്ത് പൊട്ടം കളിച്ചാലുണ്ടല്ലോ. അയ്യോ അളന്ന് കിടക്കണമെന്നൊന്നും കരുതണ്ട, കൊന്നളെ ഞാൻ എല്ലാത്തിനെയും. അച്ഛന്റെ പിണ്ണം വയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു അവന്റെ അമ്മയുടെ എണ്ണയും കുഴമ്പും. അമ്മേ. അമ്മയുടെ നായര്. അത് പൊട്ടിച്ചു അല്ലേ? ആ പൊട്ടിച്ചു. എന്താ എന്നെ തല്ലണോ നിനക്ക്? വാടാ വന്ന് തല്ലിക്കോ. ഭാർഗവൻ നടന്ന പട്ടിയെ പോലെ കിടക്കുകയല്ലേ നിന്റെയൊക്കെ ഔദാര്യവും കാത്ത്. ഇത്രയെങ്കിലും ഉണ്ടാക്കിയോണ്ട് വന്ന എവിടെന്നാന്നറിയോ? കൃഷ്ണനോട് കടം വാങ്ങിട്ടാ. എന്തുകൊണ്ടാ കടം വാങ്ങിയെന്നോട് പറയടാ. എറിഞ്ഞു പൊട്ടിച്ചവൻ അതുകൂടി അറിയട്ടെ. എന്താ എന്താ ഉണ്ടായേ? ഇവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. പറയില്ല. ചങ്കു കുത്തി പറിച്ചാലും ചിരിക്കല്ലേ ഉള്ളൂ. കൃഷ്ണട്ടാ, കൂടപ്പറപ്പാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണി ചോരയുണ്ടോ ആ ദുഷ്ടനെ? ഇവൻ ചങ്കുപൊട്ടി പാടിയുണ്ടാക്കിയ കാശ് മുഴുവൻ തൂത്തുവാരിക്കൊണ്ട് പോയി. ഇവനെ കവലയിലിട്ട് ചവിട്ടിക്കൂട്ടി. ചന്ദ്രുവിന്റെ കാര്യമാണോ പറയണേ? പിന്നല്ലാണ്ട് ആര്? നാട് മുഴുവൻ വിറപ്പിച്ചിരുന്ന ഭാർഗവൻ ചട്ടമ്പിയുടെ മോനല്ലേ? വിത്തുഗുണം കാട്ടാൻ ഒരാളെങ്കിലും വേണ്ടേ? പക്ഷെ ഇങ്ങനെ പോയാ തന്തയുടെ നട്ടല്ലൊടിച്ചിട്ടതുപോലെ ഇട്ടേക്കില്ല നാട്ടുകാര്. കുത്തി മലർത്തും. നടു റോട്ടിൽ കിടന്ന് വെള്ളം കിട്ടാതെ ചോര നക്കി കുടിച്ച് ചാകേണ്ടി വരും അവനെ. എന്റെ ദൈവമേ. കൃഷ്ണട്ടാ മതി. ഇല്ല, ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട പറയണ്ട ഇവൻ തടഞ്ഞിട്ടാ. 8 വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പൂന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നേ. കണ്ടം പൂട്ടിലെ കന്നനോട് കാട്ടിലെ തേങ്കിലും കാണിച്ചൂടെ ഇവരോട്? ഞാൻ ഇറങ്ങുക. എന്റെ മോനെ, എന്റെ ഭഗവതി. ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലോ തനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേർജിനിറ്റി നഷ്ടപ്പെടാത്ത ശ്യാമള കോമള തീരെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. റിയലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. വെറും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പോരാ, ഇറ്റ്സ് ലൈക്ക് എ പ്രിറ്റി വോളപ്റ്റസ് യങ് വുമൺ.
പെയിന്റ് കീറിയിട്ടൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. മേസ്ത്രിയെ മുതലാളി വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഓ Come on. പതുക്കെ. വള്ളിക്കുന്ന് ഗ്രാമത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ലോകത്തൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശാന്തസുന്ദരമായ കായൽ, കായലിനപ്പുറം മലനിര, അതിനുമപ്പുറം വള്ളിക്കുന്ന് പുഴ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് നാണയ വിശേഷങ്ങൾ? ഞങ്ങളുടെ മാവേലി തമ്പുരാനല്ലേ വന്നേക്കണേ. ഇതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഈ അടിയങ്ങൾക്കുള്ളത്? ഇവരൊക്കെ ആരാ മുതലാളി? ഇത് മിസ്റ്റർ വിനോദ് ഭാസ്കർ, കേന്ദ്രമന്ത്രി ഭാസ്കർജിയുടെ മകനാ. ഇത് വിനോദിന്റെ ഭാര്യ മിസ്സിസ് ജയന്തി വിനോദ്. രണ്ടുപേരും കുറച്ച് ദിവസം നമ്മളുണ്ടാവും. അടിയങ്ങളുടെ ഭാഗ്യം. ഇത് നാണിയമ്മ, ഇതെന്റെ ഇവിടുത്തെ കാര്യസ്ഥൻ രാഘവൻ, അത് കുമാരൻ, അത് ചന്ദ്രൻ. മുതലാളി ഇന്ന് വരും നാളെ വരുന്ന കരുതി കാത്തിരിക്കാൻ നാട്ടുകാർ മുഴുവൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ വരാതിരിക്കോ കുമാര? കമോൺ മേശരി, ആ പെട്ടികളൊക്കെ എടുപ്പിച്ചോളാം. ചന്ദ്ര, കൂട്ട കാശുള്ള വീട്ടിലെ കുട്ടിയാന്ന് കണിച്ച എന്താ പത്താസ്. അതെ അതെ, തോമാച്ചൻ ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവാണല്ലേ? ഒക്കെ വെറും പാവങ്ങളാ, ശുദ്ധഗതിക്കാര്. അവരുടെ ദൈവമാണ് തോമസ് സാറല്ലേ? അതെന്റെ പ്രവൃത്തിയുടെ ഗുണമാ. ഞാൻ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, അവരെന്നെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. ആ പിന്നെ ദാ ആ ബെഡ്റൂം നിങ്ങൾക്ക് എടുക്കാം. എ സി ഉണ്ടോ? ഈ ഗ്രാമം മുഴുവൻ സെൻട്രലൈസ്ഡ് എസിയാ. ഫാന്റെ പോലും ആവശ്യമില്ല. ജനാല അങ്ങോട്ട് തുറന്നിട്ടാൽ അസല് കാറ്റാ പുഴയെന്ന്. ചന്ദ്ര, എന്തോ ആ പെട്ടികളങ്ങ് തെക്കേ മുറിയിലോട്ട് വെച്ചേക്ക്. ശരി മുതലാളി. ആ അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആകാം. എന്ത് വേണമെങ്കിലും ആവാം. ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി, അല്ലേ മിസ്ത്രി? അത് പിന്നെ പറയാനുണ്ടോ? എന്താ വേണ്ടെച്ചാ പറഞ്ഞാ മതി. ഈ റൂമാകെ ഡസ്റ്റ് ആണല്ലോ. ഡോൺ വെറി, അതൊക്കെ നമുക്ക് ഉടനെ ക്ലീൻ ചെയ്യിക്കാം. വിനോദല്ലേ? ഓക്കെ. എന്താ മേസ്ത്രി ഇത്? ഒക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ? ഞാനും ചന്ദ്രനും കൂടെ ഒക്കെ അടിച്ചു തുടച്ചതാ. എന്നാ കുറച്ച് ദിവസമായി. ആ. തെങ്ങ് കയറിക്കണേന്റെ തിരക്കിനിടയ്ക്ക് ആ ഭവാനിയമ്മ എന്തേ? ഭവാനിയമ്മയ്ക്ക് തീരെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ആസ്മയുടെ അസ്കതിയുണ്ടേ. എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചേപ്പിച്ചൂടായിരുന്നോ? പണിക്കാരെ കിട്ടുന്നപ്പോ വലിയ പാടാ. വിനോദിന്റെ ഭാര്യ ഒരു കോടീശ്വരന്റെ മോളാ. നമ്മുടെ ഗസ്റ്റുകളായിട്ട് അവരെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഭവാനിയമ്മയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഓ ആ